I'm rather a leader as maybe ഞാൻ എന്നെ അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു ഗ്രൂപ്പിനകത്ത് പോയി ഞാൻ എത്ര നന്നായി ജോലി ചെയ്യുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുമോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഞാൻ തെറിച്ചിങ്ങി പോരും. അപ്പോൾ അത് തെറിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, യു ആർ ത്രോൺ ഔട്ട് സൈഡ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്തതായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു സീന് എനിക്കിപ്പോൾ ഐ ടിക്കാരൊക്കെ ഗ്രൂപ്പ് ഫോം ചെയ്ത് ദേ ആർ ദ ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ദേ ആർ കൺട്രോളിങ് സോ മെനി പീപ്പിൾ ആൻഡ് ദേ ആർ ടോക്കിംഗ് നൈസ് ടു എവറിബഡി അറൗണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മീ അറ്റ് ദ മൊമെൻറ്റ്. ഐ കനോട്ട് ഈവൻ തിങ്ക് ഓഫ് ദാറ്റ്. പിന്നെ എന്താ വക്കീല്? ഓക്കെ, കോർട്ടിൽ പോയിട്ട് എത്ര നാളൊരു കേസ് പറഞ്ഞ് നിൽക്കണം. വക്കീലുണ്ടായിരുന്നു, ഹൗസ് മേക്കറിന് പഠിക്കാൻ പോകാമെന്നുണ്ടായിരുന്നു. മെഡിസിൻ ആയിരുന്നു എൻ്റെ ഹയസ്റ്റ് പോയിൻ്റ്. അതിലിപ്പം എത്ര പഠിച്ചാലും തീരൂല. വല്ലവരെയും ഒരു ഹോസ്പിറ്റലിൽ തന്നെ പൂട്ടിയിട്ടോ തുറന്നിട്ടിട്ടോ വരാനൊക്കത്തില്ല. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകും. ദാറ്റ്സ് ഇറ്റ്. ഐ ഹാവ് ദ ഫ്രീഡം. ഐ വർക്ക് 24/7. ഐ ക്യാൻ ഓൾസോ മൂവ് ഔട്ട്. 1980 ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഐ വാസ് എ സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റ്. റാങ്ക് 1 ആണ്. ലൈക്ക് യു ക്യാൻ വാക്ക് ഇൻ ടു മെഡിക്കൽ കോളേജ്. ആദ്യം അഡ്മിഷൻ ഒന്നും വേണ്ട, ബിക്കോസ് എനിക്ക് അവിടെ ഒരു ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരെ ആദ്യം വരുള്ളൂ. ഹയസ്റ്റ് മാർക്ക് ഐ വിൽ ബി ദ ഫസ്റ്റ്. സോ ലോക്കൽ മൈ കാർ വിൽ ഡ്രോപ്പ് മീ. അത്രയ്ക്ക് അങ്ങനെ ഒരു വണ്ടിയൊക്കെ അന്ന് അച്ഛൻ തരും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒരിക്കലും ആ സമയത്ത് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല. I was wanting to study more at that point. അച്ഛന് ഒരു സെക്രട്ടറി വേണമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു. അപ്പോൾ പഠിക്കാൻ എവിടെയും വിടുന്നില്ല എന്ന് വന്നപ്പോൾ then the first option, okay, shall I come into the store? അവർ സമ്മതിച്ചില്ലെങ്കിലല്ലേ പിന്നെ പുറത്തോട്ട് പോകാനൊക്കത്തുള്ളൂ. There was no woman at that time working, and especially from our caste, no woman was working at that time. ഇങ്ങനത്തെ ലോകമേ അല്ല അന്ന്. There was no women in the working area, hardly any few people. ടീച്ചേഴ്സ് കാണും. അങ്ങനെ ഇവിടെ കുറച്ച് പേര്. IT ഇത്ര പോപ്പുലർ അല്ല. അപ്പം IT ഇല്ല എന്ന് ആലോചിച്ചാൽ പിന്നെ ആരാ ജോലിക്ക്? ബാങ്ക് റെയറായിട്ടേ പെണ്ണുങ്ങളുള്ളൂ. സോ ഞങ്ങളുടെ ആളുകൾ ആരും ജോലിക്കും പോയിട്ടില്ല, പെണ്ണുങ്ങൾ. സോ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ കട കയറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ജോലിക്ക് വരട്ടെ എന്ന് ചോദിച്ചു, ആൻഡ് ഹി സെഡ് യെസ്. No, I really enjoy, and I'm happy that I could follow the request of my parents and my father, so that I'm far better off than anybody and everybody around. ബീന കണ്ണൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആണ്. പക്ഷെ കുറെ നാൾ മുന്നേ അങ്ങനെ ഒരാളല്ല. അച്ഛൻ പറയുന്നത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, സാധാരണ സ്ത്രീ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ് ഈസി? ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പണ്ട് തനിയെ ട്രാവൽ ചെയ്യാനോ ഒന്നും അച്ഛൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ച് ഭർത്താവ് ഉണ്ടെങ്കിൽ നീ പോയിക്കോ, ഭർത്താവിനെ വിളിച്ചിട്ട് എവിടെ വേണേലും പൊക്കോ. തന്നെ പോകാന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അച്ഛനും സമ്മതിക്കത്തില്ല. ആ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭർത്താവും സമ്മതിക്കുമെന്ന്. ഇന്നത്തെ പോലെ അല്ല, ഇറങ്ങി വിട്ടിട്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, നിൻ്റെ ജോലി കഴിഞ്ഞ് നീ വന്നാൽ മതി എന്നൊന്നും പറയുന്ന ഒരവസ്ഥയല്ല അന്ന്. വിടുകയുമില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. സോ ഐ വാസ് അറ്റ് ദ മേഴ്സി ഓഫ് മൈ ഹസ്ബൻഡ്. എനിക്ക് എവിടെയെങ്കിലും പോകണേ പുള്ളിയുടെ കൈയും കാലും പിടിച്ച് ഞാൻ നിൽക്കേണ്ടി വരും. 3 മാസം 6 മാസമൊക്കെ നിന്നാലേ ചിലപ്പോൾ ഒരു പർച്ചേസിന് ഇറങ്ങാനൊക്കത്തുള്ളൂ. ഐ യൂസ് ടു റിഗ്രറ്റ് ലാസ്റ്റ്ലി. അയ്യോ, എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടർ ഒരു സീസണിൽ ചെയ്യണം. ഐ വോണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ഞാൻ കളയില്ല എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ. അതുപോലൊന്നും ഒന്നും പറ്റില്ല, തന്നെ വിടില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഈ ഒരു ഇന്നത്തെ ഒരു ബോൾഡ് അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയത്? പണ്ട് ബീന കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഡോട്ടർ ഓഫ് തിരുവേങ്കിടം ആൻഡ് വൈഫ് ഓഫ് മിസ്റ്റർ വീരയ്യ. അത് കഴിഞ്ഞ് 1980 when I took the helm of affairs, then only I became slowly bold to answer the queries and അങ്ങനെ. ബിക്കോസ് ഇപ്പോൾ 80 എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻറ്റ് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പുള്ളി ചോദിക്കും, ബീന അവരിവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, ബീന എന്താ ചെയ്യാത്തത്? അന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ പോലും എൻ്റെ കാണത്തില്ല. സാരീസ് ടെമ്പിൾ ഓഫ് സിൽക്സ് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത്, ദാറ്റ്സ് അവർ ബ്രാൻഡ് ഫോർ സിൽക്ക് സാരീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അന്ന് 1 ലക്ഷം രൂപ ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ എൻ്റെ കയ്യിലില്ല. അത് കസിൻസിനോടോ കടം കൊടുത്തവരോടൊക്കെ ചോദിച്ചാൽ അത് വലിയ കുറ്റമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇൻവിറ്റേഷൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസ്ഥ. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഏജൻസിയിൽ എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ആഡ് എടുക്കുന്നില്ലേ ബീന,
ഞാൻ പറഞ്ഞു വിജി ബാക്കിയുള്ള ആഡൊക്കെ കണ്ട് വിജി സന്തോഷിച്ചാൽ മതി, എൻ്റെ നമ്മുടെ ആഡ് ഇപ്പോൾ എടുക്കുന്നില്ല, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെ പറയാനും പഠിക്കാനും വൺസ് യു ആർ ഇൻ ദ സീൻ യു സ്ലോലി സ്റ്റാർട്ടഡ് ടു ലേൺ. It just happens automatically. It was in the system, it was engraved in the system, just came out. There was nothing injected or nothing pulled out. No. Was it surprising for you? That I have a transformation, that I'm able to make these bold decisions on that life? Never ever, because I would have seen my grandfather, he's such a strong person. ഞാൻ പണ്ട് 8 വയസ്സുള്ളപ്പോൾ ഗ്രാൻഡ് ഫാദർ അടുത്ത സ്കൂളിലൊക്കെ പോയി പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു. അന്ന് ആലപ്പുഴ എൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഒരു 8 വയസ്സുകാരിയെ അക്രോസുള്ള സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. ഐ വാസ് എലോൺ അറ്റ് ഹോം. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് നോ ബഡി വാസ് ദെയർ അറ്റ് ഹോം. സെർവൻസ് വല്ലവരൊക്കെ കണ്ട് ഇറ്റ് വാസ് ബിഗ് ഹൗസ്. ഞാൻ നടന്ന് ഗേറ്റിൻ്റെ അവിടെ പോയി പിടിച്ചുകൊണ്ട് നിൽക്കുക. ഐ കനോട്ട് ഗോ ഔട്ട്. ഐ കനോട്ട് ആസ്ക് അവിടുത്തെ കെയർ ടേക്കറുണ്ട്, ഇല്ല അവിടെയെല്ലാം പോകാൻ പാടില്ല, ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ഐ എം ദെയർ. ബട്ട് ഐ കുഡ് സ്പെയറിംഗ്ലി ഹിയർ മൈ ഗ്രാൻഡ് ഫാദർ ഓവർ ദ മൈക്ക്. അപ്പം കൊള്ളാമല്ലോ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ കപ്പിൾ ഓഫ് ഇൻസിഡൻസേ ഉണ്ടായിട്ടുള്ളൂ. അമ്പലത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന കണ്ട് കാണും, പക്ഷേ ഒരുപാട് കാണാനോ കേൾക്കാനോ ഉള്ള അവസരങ്ങൾ പോലും അന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദറിനെ എല്ലാ വീക്കിലും ഞങ്ങൾ ആലപ്പി വീട്ടിൽ പോവും. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ദൂരെ നിന്ന് അങ്ങനെ വീൽസേ കൊട്ടക എന്നാണ് പറയുന്നത്, ഫോർ ഹിസ് റൂം ഏരിയ. അതിൻ്റെ അടുത്ത് പോലും പോകത്തില്ല. ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് അങ്ങനെ രാവിലെ തൊട്ട് അങ്ങനെ ഹീ സച്ച് എ സ്ട്രോങ് പേഴ്സൺ. നല്ല രാവിലെ തൊട്ട് ഈ ടേക്ക് കൺട്രോൾ ഓഫ് ദ എൻ്റെ സിറ്റുവേഷൻ. സോ ഇതൊക്കെ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അതേമാതിരി അച്ഛൻ വാസ് ഓൾസോ വെരി സ്ട്രോങ് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് തിങ്സ്. എറ്റൊക്കെ യു ആർ വാച്ചിങ്, ബട്ട് യു ആർ വാച്ചിങ് ഹോൾ ഓഫ് യുവർ ലൈഫ്. It was nothing new to me. I was never putting the camera from that side into me to analyze me or to understand me or to bifurcate me into parts. Vendi vannattilla. I do every single bit as to what I think it is right or wrong. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വേണോ വേണ്ടായോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യം വരത്തില്ല. ശരിയേ ചെയ്യുള്ളൂ. ചിലപ്പോൾ പിന്നെ വല്ലതൊക്കെ ഡയലോഗ് നമ്മൾ ചിലപ്പം ഫാമിലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗ് നമ്മൾ ഇന്ന് ഇത് പറഞ്ഞ് നമുക്ക് മാറ്റി പറയാമായിരുന്നോ എന്ന് തോന്നുന്നു. ക്രൂക്കഡ് വേ ഓഫ് ആൻസറിങ് തിങ്സ് അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല പെട്ടെന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് പക്ഷേടാ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ. അങ്ങനെ ഒരു ക്രൂക്കഡ് വേയിൽ തിങ്ക് ചെയ്യാൻ ഐ ഹാവ് ടു കം ബാക്ക് ആൻഡ് ഓർഗനൈസ് മൈ സെൽഫ് ടു സെറ്റ് ആൻ ആൻസർ. അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി വന്നിട്ടില്ല. പലതിനും ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ മെട്രോ കേസ് പീപ്പിൾ വിൽ ബ്ലെയിം മീ. പിന്നെ യു ഡിഡ് സംതിങ് കംപ്ലീറ്റ്ലി റോങ്. ഐ സെഡ് നോ. വേറെ വല്ലവരുടെയും കാര്യത്തിൽ വീട്ടിലെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് അത്ര ശരിയായില്ല. നോ, ഇറ്റ് ഈസ് ഞാൻ ചെയ്തത് എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫുമാണ്. എനിക്ക് എൻ്റെ ബെസ്റ്റും കംപ്ലീറ്റ് സെൽഫല്ലേ ചെയ്യാനൊക്കത്തില്ല. ഐ കനോട്ട് ഡു യുവർ ബെസ്റ്റ് ആൻഡ് യുവർ കംപ്ലീറ്റ് സെൽഫ്. നോ, എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫും ഓരോ ഏരിയയിലും എൻ്റെ എപ്പോഴും കണ്ടു കാണും. സോ ഐ കുഡ് റിഗ്രറ്റ് ടു എനി ക്വസ്റ്റ്യൻ എനിവെയർ എവ്രിവെയർ. ഐ കുഡ് സേ നോ, ഐ ഡിഡ് മൈ ബെസ്റ്റ്. റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല നാളിതുവരെ. എനിത്തിങ്, ട്രീറ്റിംഗ് മൈ ഹസ്ബൻഡ് ഓർ എനിത്തിങ്, എൻ്റെ ബെസ്റ്റ്. അങ്ങനെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ സ്കൂളും നോക്കും കടയും നോക്കും. സംബഡി ഈസ് ടു ബ്ലെയിം മീ. ആരാ? അച്ഛനൊന്നും പറയത്തില്ല. അച്ഛൻ പറഞ്ഞാൽ ഹീൽ ട്രൈ ടു സപ്പോർട്ട് മീ, അതർവൈസ് ഹി വിൽ നോട്ട് ലെറ്റ് മീ നോ. എനിക്ക് വഴക്ക് കിട്ടിയാലും തിരിച്ച് പറയുന്ന മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പറയും മീന എന്തിനാ സൂറത്ത് പോകുന്നത്, സൂറത്ത് പോയാൽ കീറിയ സാരിയൊക്കെ തരും, എല്ലാ സാരിയും എടുക്കണം, റിട്ടേൺ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു 30-50 കൊല്ലം മുമ്പ് സൂറത്ത് പോകുന്നത് വലിയ തെറ്റായിരുന്നു. അപ്പോൾ അന്ന് പോലും ഞാൻ ഇറങ്ങി അങ്ങ് പോകും. ഞാൻ അച്ഛാ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ മാനേജർ പറയും, ബോംബെയിലെ മാനേജർ പറയും, ഇല്ല ഇവിടെ ബോംബെയിൽ നിൽക്കുന്ന ബെസ്റ്റ്, യു ഗെറ്റ് യുവർ കളർ സെലക്ഷൻ. അവിടെയാണെങ്കിൽ കീറിയത് വരും, റിട്ടേൺ ഇല്ല, കളർ സെലക്ഷൻ കിട്ടില്ല, യു ആർ ഗോയിങ് ടു ഗോ ഇൻ ദ റോങ് വേ. ഐ കെപ്റ്റ് ഓൺ ഡൂയിങ്. തെറ്റ് പറഞ്ഞാലും അച്ഛൻ ബാലൻസ് ചെയ്തോളും. അങ്ങനെ പറ്റൂ. ബട്ട് there were people to blame you through, if not my father, somebody else. But it's okay. കരഞ്ഞു പോയ സമയങ്ങളുണ്ട്. ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ മാനേജറൊക്കെ ഇരുന്നുകൊണ്ട് എന്നെ കുറ്റം പറയും. യു ആർ ഗോയിങ് ടു ഗോ ടു ന്യൂ പാർട്ടീസ്, യു ആർ ഡിനൈങ് ഐറ്റം ഫ്രം ദ
ഓൾഡ് പാർട്ടി, ഇപ്പോൾ പേര് വരെ എനിക്കറിയാം, പഞ്ചരത്ന എന്നോ പറയുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നുണ്ടായിരുന്നു അറ്റ് ദാറ്റ് പീരീഡ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് അവിടെ ഇഷ്ടമല്ല, ഐ ഹാവ് ടു ഡു സംബഡി എൽസ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് ബോംബെ മാനേജർ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കും. ഡ്രോയിങ് റൂമിൽ നിന്ന് കുത്തിയിട്ട് വിങ്ങി കരഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ. ഇല്ല, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ ഇൻകം ഒന്നുമില്ല. ഐ മീൻ ഐ എം നോട്ട് ഗെറ്റിംഗ് എനി കട്ട് ഓർ എനിത്തിങ് ഔട്ട് ഓഫ് ഹെം. ബട്ട് ഈ പറയുന്നവരൊക്കെ എല്ലാവരും കട്ടും എടുത്ത് മീനിങ് കട്ട്സ് എടുത്ത് കാണാം. എല്ലാവർക്കും വേറെ ഇൻകമും ഉണ്ട്, വിച്ച് ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ ബ്രദേഴ്സ് തമ്മിലാണെങ്കിൽ പോലും 500 രൂപ സാരിയുടെ മുകളിൽ വാങ്ങിക്കുന്ന സിസ്റ്റം ഗോസ് ഓൺ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ മെനി എ ലോങ് ടൈം. ഐ ഡോണ്ട് ഡു എനി സച്ച് അൺറൂളി തിങ്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബില്ലിൽ ഇട്ട് തന്നേരെ, 5 രൂപ കുറച്ച് തന്നാൽ ബില്ലിൽ തന്നേരെ. ഈ എല്ലാ ഡിസിഷൻസും എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാദർ ഉണ്ടായിരുന്നു, യുവർ ഹസ്ബൻഡ് വാസ് ദേർ. സോ വിച്ച് പോയിന്റ് യു റിയലൈസ് ദാറ്റ് ആ ബോൾഡ് ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു മാറ്റർ ഓഫ് അതിപ്പോൾ ഇല്ല. ബിക്കോസ് ഒരു 8 കൊല്ലം ഹസ്ബൻഡ് ക്യാൻസർ ഉണ്ടായിരുന്നുകൊണ്ട് അറിയാമായിരുന്നു ഒരു പോയിന്റിൽ ഐ വാസ് ഓൾവേസ് എ വിൻ ഫൈറ്റ്. അപ്പോൾ തോക്കുന്ന ഫൈറ്റാണ് നീ ചെയ്യുന്നതെന്ന് എന്നെ തന്നെ കൺവിൻസ് ചെയ്തിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഒരു 8 കൊല്ലം ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഐ ന്യൂ ഐ വാസ് ഫൈറ്റിങ് എ ലൂസിങ് ബാറ്റൽ. ഇന്നല്ലേ നാളെ നീ തോക്കും എന്നാണെന്നുള്ള ഡിസിഷൻ ഡിപ്പെൻഡ്സ്. സോ അപ്പോൾ തോക്കുന്ന ബാറ്റിൽ യു ഹാവ് 3 kids, യു ഹാവ് ടു ഫൈറ്റ്. അതാരും 8 കൊല്ലം കരഞ്ഞ് തീർത്തു. അച്ഛൻ ലാസ്റ്റ് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, രാത്രി 1 മണി 2 മണി എന്നും കരച്ചില്ല. ലാസ്റ്റ് 1 കൊല്ലം കരച്ചിലൊന്ന് നിന്നവൻ്റെ. ബട്ട് അപ്പോൾ അത് കഴിഞ്ഞ് when my husband passes away, I knew that you are at the head of affairs. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചത് യു ഹാവ് ടു ലെറ്റ് മീ ട്രാവൽ, യു ഡോണ്ട് ഹോൾഡ് മീ ബാക്ക് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അച്ഛനൊന്നും പറഞ്ഞില്ല. I was taught how to travel safe from my husband. സോ അതുകൊണ്ട് അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.